ഇനി ഉള്ള കാലത്ത് നമുക്ക് വേണ്ടതും നല്ല കഥകളാണ്, നല്ല സിനിമകളാണ്, നല്ല എഴുത്തുകാരെയാണ്. അതൊരു എല്ലാ കാലവും മലയാള സിനിമ അനുഭവിച്ചിരുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ നല്ല കഥകൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലത്തെ ശ്രീനിവാസനെ പോലത്തെയും ലോഹിദാസിനെ പോലത്തെ എഴുത്തുകാർ വീട്ടിലിരിപ്പുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഒരു തുടക്കം കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാനോ ഉള്ള മടിയുള്ള കുറേ പേരുണ്ടാവും. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കഥ പറയാനോ അല്ലെങ്കിൽ ഉള്ളൊരു ചില മടീൻ്റെ പുറത്ത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ച് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുമ്പോൾ പലരും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മളതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എൻ അഡ്വക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ വലിയ പ്രസക്തി ഉണ്ട്. കാരണം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിനകത്ത് സിനിമ ചെയ്യുന്നു, നിങ്ങളൊരു ആ ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പിസും ഇല്ല, ഒരു പരിപാടി ഇല്ല. ഇനി എല്ലാവരും വരട്ടെ, സിനിമ ആഗ്രഹിക്കുന്ന, സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ പാഷനേറ്റ് ആൾക്കാരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും എന്നുള്ളത്.